എൻ്റെ പേര് അഞ്ജലി. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഡെലിവറി ടൈമും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമും ആർക്കും, എൻ്റെ അറിവ് വെച്ച് ആർക്കും അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കണേ. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 വർഷം ആവുന്നുള്ളൂ. ഓഗസ്റ്റിലേക്ക് 3 വർഷം ആവുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരു 5 മാസമൊക്കെ കഴിഞ്ഞതും ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 20-ാം തീയതി ആയിരുന്നു ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോസിറ്റീവാണെന്ന് കണ്ട് പിന്നെ നമ്മൾ ഏത് ഡോക്ടറിനെ കാണിക്കണം, ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് അങ്ങനെ കുറേ അന്വേഷിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മെട്രോ ഹോസ്പിറ്റൽ, തൃശ്ശൂർ ഉള്ളത് മെട്രോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ജ്യോതി മേരി ആയിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പോൾ അവിടെ ചെന്ന് ഫസ്റ്റ് ഇതിൽ തന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തു, ഇനി ഞാൻ വേറൊരു ഡോക്ടറുടെ അടുത്തേക്ക് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു ഡോക്ടറായിരുന്നു. നമുക്ക് ആളുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയെ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായാലും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഇങ്ങോട്ട് മറുത്തൊരു മറുപടി പറയാറില്ല. ആൾ എന്തുണ്ടെങ്കിലും അത് കുഴപ്പമില്ല, നേരെ ആയിക്കോളും, ഇത് ഈ സമയത്ത് സാധാരണ ഉണ്ടാവണതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓക്കെ ആക്കി വിടും. അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് സ്കാനിങ്ങിന് എഴുതി തന്നു. മാർച്ചിലായിരുന്നു ഫസ്റ്റ് സ്കാനിങ് ചെയ്തപ്പോൾ അതിൽ എന്താ പറയുക, ഹാർട്ട് ബീറ്റ് ഇല്ല, പിന്നെ ബേബീനെ അങ്ങനെ കാണാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഒരു സ്കാനിങ് റിപ്പോർട്ട് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇത് ഓവുലേഷൻ കറക്റ്റ് അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം വന്നതാണ്, ചിലപ്പോൾ അത് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടതും ഞാൻ ആകെ തകർന്നു പോയി. പിന്നെ ഭയങ്കര കരച്ചിലായി ഞാൻ. അയ്യോ, നമ്മൾ ഫസ്റ്റത്തെ കുട്ടി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും അത് ഭയങ്കര ഒരു സങ്കടം. ഫസ്റ്റത്തെ കുട്ടി എന്നല്ല, അത് ഏതൊരു പെണ്ണിനായാലും അബോഷനായി പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷേ ഉള്ള ദൈവങ്ങളെ മുഴുവനും ഞാൻ വിളിച്ചിട്ടുണ്ട്, ദൈവമേ എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലെല്ലാം ഓക്കെ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓവുലേഷൻ കറക്റ്റ് അല്ലായിരുന്നു. ഓവുലേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ബേബി ഫോം ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. പിന്നെ എനിക്ക് പ്രഗ്നൻസിയുടെ ടൈമിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഛർദി, ക്ഷീണം, അങ്ങനത്തെ ഫസ്റ്റത്തെ 3 മാസം ഭയങ്കര കണ്ടൽ വേദന ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസോ അങ്ങനെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്ടോബറിലായിരുന്നു എനിക്ക് ഡ്യൂ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 31-ാം തീയതി ആയിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒക്ടോബർ ഒരു 10-ാം തീയതിക്ക് ആയിട്ട് ഒരു ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ എൻ്റെ കാലൊക്കെ നല്ല നീരായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, BP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. BP ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ BP നല്ല ഹൈ ലെവലിലാണ് ഇരിക്കണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്താ അങ്ങനെ പെട്ടെന്ന് BP കൂടാൻ കാരണം? പക്ഷേ എനിക്ക് BP ഉണ്ടായിരുന്നു. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് BP കൂടിയിട്ട് ഞാൻ നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു 10-15 ദിവസം കിടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ടാബ്ലറ്റ് ഒന്നും എടുക്കണില്ല, അതൊക്കെ നോർമലായി സാധാരണ പോണു, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ BP കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട, കാരണം നമുക്ക് BP നോർമലാക്കാൻ നമ്മൾ ടാബ്ലറ്റ് എടുക്കണം. അപ്പോൾ ഇത് ബേബിക്ക് മാത്രം നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു 2 ദിവസത്തേക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് 3-ാമത്തെ ദിവസം എന്താണെന്ന് തോന്നുന്നുണ്ട് അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം അഡ്മിറ്റായി. അതായത് ഒക്ടോബറിൽ വിജയദശമിയുടെ അന്നായിരുന്നു അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പ്രസവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും ഞാൻ കരയും. ഞാൻ ചേട്ടൻ്റെ അടുത്തൊക്കെ എപ്പോഴും പറഞ്ഞ് കരയും, എനിക്ക് പേടിയാവുന്നു, അയ്യോ ഞാൻ എങ്ങനെ പ്രസവിക്കും, ഞാൻ എങ്ങനെ വേദന സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കരഞ്ഞിട്ടുണ്ട് ഞാൻ. അതൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് തോന്നും, കാരണം നമ്മൾ മാത്രമായിട്ടല്ലേ ആ ലേബർ റൂമിൽ ഉണ്ടാവുള്ളൂ, നമുക്ക് കൂടെ ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അന്ന് കാലത്ത് പോയി അഡ്മിറ്റായി. ഡോക്ടർ ഞാൻ ഞായറാഴ്ച ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. കാരണം ചിലപ്പോൾ വല്ല നമ്മളെ ഒബ്സർവേഷൻ പോലെ ഇങ്ങനെ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നത്തെ ദിവസം തന്നെ ഉച്ചയാകുമ്പോഴത്തേനും ഡോക്ടർ ട്യൂബ് ഇടണം എന്ന് പറഞ്ഞ് ട്യൂബ് ഇട്ട്
ട്യൂബ് ഇട്ട് കഴിഞ്ഞ് നടക്കാനൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. നടന്ന് എനിക്ക് പിന്നെ അപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വേദനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ട്യൂബ് തന്നെ പോകുന്നൊന്നുമില്ല. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അത് ഡോക്ടർ തന്നെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു 8:30 ആകുമ്പോൾ എന്നോട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് മുടിയൊക്കെ മെടഞ്ഞിട്ടിട്ട് ലേബർ റൂമിലേക്ക് വരണം, പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി. കാരണം ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ ആരെയും കാണാൻ പറ്റില്ല, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ നേഴ്സുമാരെന്താ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അങ്ങനെ ലേബർ റൂമിലേക്ക് കയറി എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ലേബർ റൂമിൽ കയറി. ലേബർ റൂമിൽ കയറി എന്താ പറയുക, എപ്പോഴും എനിക്ക് ഈ അരമണിക്കൂർ കൂടുമ്പോൾ ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കയ്യിൽ മാറി 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 ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബി പി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ടാബ്ലറ്റ് തരും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ്, ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് അനങ്ങണുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ബേബി അനങ്ങണുണ്ട്, അതായത് ചവിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ടാവും ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണമല്ലോ. ഇവനാണെന്നുണ്ടെങ്കിൽ അനങ്ങണേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇനി ഡോക്ടറുടെ അടുത്ത് നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിങ്ങനെ അനങ്ങണില്ല, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് കുഴപ്പമില്ല, ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞു. അന്ന് അത് ശരി. അത് കഴിഞ്ഞ് പിന്നെ രാത്രി എൻ്റെ അടുത്ത് അവിടെ കിടന്നോ ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പുലർച്ചയ്ക്ക് ആയപ്പോൾ വയറൊക്കെ ക്ലീനാക്കി മരുന്നിട്ടു. അതായത് നമുക്ക് പെയിൻ വരാനുള്ള മരുന്നിട്ട് കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങിപ്പോയപ്പോൾ പിറ്റത്തെ ദിവസം കാലത്താകുമ്പോഴത്തേന് ആ മരുന്നിൻ്റെ ഡോസൊക്കെ പോയി. അപ്പോൾ കാലത്ത് ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മരുന്ന് കയറ്റിയതിൻ്റെ എഫക്റ്റ് ഒന്നും ആയിട്ടില്ല, അപ്പം നമുക്കൊന്നും കൂടി കയറ്റേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കാലത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചോളാനാണ് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മരുന്ന് കയറ്റി. അങ്ങനത്തെ പിന്നെ 2ാമത്തെ ട്രിപ്പ് മരുന്ന് കയറ്റി തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു വിധമൊക്കെ ഇങ്ങനെ വേദന വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു വിധമൊക്കെ സഹിച്ച് നിന്നായിരുന്നു. കാരണം ഓലിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെയാണ്, നേഴ്സുമാരെങ്ങനെയാണ്, നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്താ പറയുക അടക്കി പിടിച്ചിരുന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, ഡോക്ടർ കൺട്രാക്ഷൻസ് കൂടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് വാട്ടർ ബ്രേക്ക് ചെയ്ത് വിടാം, എന്നാലാണ് ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് വിട്ടില്ല, കുറച്ച് മാത്രമേ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ പൊന്നോ ഞാൻ സ്വർഗ്ഗലോകം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുവരെ വേദന സഹിച്ച് പിടിച്ച് എനിക്ക് പിന്നെ തീരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഓളിന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ലേബർ റൂമിൻ്റെ പുറത്തിരിക്കണ്ടായിരുന്ന എൻ്റെ അമ്മയും ചേട്ടനൊക്കെ ഇത് കേട്ടിരുന്ന്, ദൈവമേ ഇവളെന്തങ്ങനെ ഓളിയിടണേ, എന്തോരം വേദന സഹിക്കുന്നുണ്ടാവും, ചേട്ടനൊക്കെ കരച്ചിലായിരുന്നു എന്ന് എന്നോട് പറയണ്ടായിരുന്നു. അമ്മമാർക്ക് പിന്നെ അതെന്തായാലും സ്വന്തം മക്കൾ കരയുമ്പോൾ സങ്കടം വരുമല്ലോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മേനെ കാണണമെന്നായി. എനിക്ക് പേടിയായി തുടങ്ങി. അമ്മേനെ വെറുതെ ലേബർ റൂമിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയായിരുന്നു. പക്ഷേ അവർക്കും ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആകെ ഒരു 2 വട്ടമൊക്കെ എന്നെ അമ്മേനെ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മേനെ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അമ്മേനെ വിടാണ്ട് പിടിച്ച് നിർത്താറുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് വേദന ഇങ്ങനെ കൂടുന്ന കാരണം നമുക്ക് ഒരു ഇഞ്ചക്ഷൻ, അതായത് വേദന മാറാൻ എപ്പിഡൂറലല്ല, പക്ഷെ നമുക്കൊരു സെഡേഷൻ പോലത്തെ ഒരു ഇഞ്ചക്ഷൻ, അത് നമ്മുടെ തൊടയിലാണ് എടുക്കണുണ്ടായിരുന്നത്. അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒരു ഫുൾ മയക്കത്തിലായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ പ്രഗ്നൻസി ബോളിലൊക്കെ കുറേ ഇരുത്തി അതിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ജീവൻ പോകണുണ്ടായിരുന്നു. ആ നമ്മളെ കണ്ടലിൻ്റെ അവിടെയൊക്കെ ബേബി ഉണ്ണി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, നമുക്ക് ദൈവമേ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു വന്നാൽ മതി എന്ന് മാത്രം ഉണ്ടാവുള്ളൂ മനസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണി താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഉണ്ണീൻ്റെ തല അടിഭാഗത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. കാരണം അവന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഡോക്ടർ വന്നു. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പുഷ് ചെയ്യാനുള്ള ടെൻഡൻസിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പുഷ് ചെയ്യേ എന്നാലല്ലേ ബേബി പുറത്തേക്ക് വരുള്ളൂ, നമുക്ക് വേഗം നോർമൽ പ്രസവിച്ച് പോകണ്ടേ എന്ന് പറഞ്ഞു. പക്ഷേ എത്രത്തോളം വിചാരിച്ചാലും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഡോക്ടർ പറയുന്നുണ്ട് തല കാണുന്നുണ്ട്, പക്ഷെ എന്തേ പുറത്തേക്ക് വരുന്നില്ല എന്ന്. അപ്പം അങ്ങനെ കുറേ നേരം എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂറോളം അങ്ങനെ തന്നെ അവൻ്റെ തല അവിടെ അങ്ങനെ നിന്ന് കുറേ ആയിട്ട് വേദന, എനിക്ക് അതിൽ കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഡോക്ടർ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഇതിങ്ങനെ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക്
ഓപ്പറേഷൻ ചെയ്യണതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. എന്താ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അഞ്ജലിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഡോക്ടറെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലാസ്റ്റായിട്ട് ഒരു അറ്റൻഡ് ചെയ്ത് നോക്കാം, അതായത് വാക്വം വെച്ചിട്ട് ബേബീനെ വലിച്ചു നോക്കി നോക്കാം. തല ബേബിയുടെ കയ്യിൽ സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കണ്ട, പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ശരി എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു നല്ലോണം അങ്ങോട്ട് എല്ലാ ആരോഗ്യം എടുത്ത് അങ്ങോട്ട് പുഷ് ചെയ്തോളാൻ പറഞ്ഞു. ഞാനുള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് അങ്ങോട്ട് പുഷ് ചെയ്ത് എന്തോ ഭാഗ്യത്തിന് ഉണ്ണീൻ്റെ തല അതിൽ സ്റ്റക്കായി ഉണ്ണീനെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞതും എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വലിയൊരു സാധനം അങ്ങോട്ട് പോയ പോലെ നമുക്ക് തോന്നും. പെട്ടെന്ന് വേദന എന്താ പറയുക, മിന്നായം പോലെ നമുക്കുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനയും പെട്ടെന്ന് പോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ബോയ് ബേബിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആൺകുട്ടി ആവണം. അതിപ്പോൾ ആൺകുട്ടി എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് ഈ ഫസ്റ്റത്തെ ഒരു കുട്ടി മോനും രണ്ടാമത്തത് ഒരു പെൺകുട്ടി, അങ്ങനെ ചേട്ടൻ അനിയത്തി ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം പിന്നെ അത് മാത്രമല്ല ഹസ്ബൻഡിനായാലും എൻ്റെ അനിയനായാലും എൻ്റെ അമ്മയ്ക്കൊക്കെ ആയാലും ആൺകുട്ടി തന്നെ. അതായത് ഈ വീഡിയോയിലും സിനിമയിലൊക്കെ കാണുമല്ലോ, നമ്മൾ ഇത്രയും വേദന തന്ന് പ്രസവിച്ചിട്ട് കുട്ടീനെ കാണുമ്പോൾ നമുക്ക് എല്ലാം മറക്കും, കുട്ടീനോടൊരു ഇത് തോന്നും എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വേദന പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ആൺകുട്ടിയാന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷം അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അയ്യോ നമ്മുടെ മോൻ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല. എത്രയും നേരം പെട്ടെന്ന് വേദനയൊക്കെ പിടിച്ച് നമുക്ക് പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഒരു മയക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ മറ്റേ അടിയിൽ കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ സ്റ്റിച്ച് ഇടലൊക്കെ ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും ആ ഡോക്ടറിനെ ഞാനിങ്ങനെ കൈ കഴുകി തൊഴും. കാരണം എനിക്ക് അടിയിൽ കട്ട് ചെയ്തതിൻ്റെയോ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, വേദന, അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ആ ഒരു ഇങ്ങനെ ഒരു മുള്ളു കുത്തണ പോലത്തെ ഒരു സംഭവം അത് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മളെ ഒബ്സർവേഷനിൽ കിടത്തി ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്യണമല്ലോ, അതങ്ങനെ ആയാലല്ലേ നമ്മളെ പിന്നെ വാർഡിലേക്ക് മാറ്റുള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ടായിരുന്നില്ല എന്നല്ല, എനിക്ക് നമുക്ക് ആ സമയത്ത് മറ്റേ അടിയിൽ കട്ട് ചെയ്യുമ്പോൾ മറ്റേ തരിപ്പിച്ചിട്ടാണല്ലോ ചെയ്യുക. ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. പിന്നെ ബേബീനെ ഫസ്റ്റ് ഫീഡ് ചെയ്യിക്കാനിരുന്നപ്പോൾ അതിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ നിപ്പിള് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള നിപ്പിളായിരുന്നു. അപ്പോൾ ബേബിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റേ നിപ്പിൾ ഷീൽഡ് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പാലും ഉണ്ടായിരുന്നില്ല, പാല് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റൂമിലേക്കൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, എന്തോ ഒരു സമാധാനം, ദൈവമേ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ അത് കഴിഞ്ഞ് ഉണ്ണീനെ ഫീഡ് ചെയ്യിക്കാനിരുന്നാലൊന്നും പാല് വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ സങ്കടം വേറെ, അയ്യോ എന്നുള്ളൊരു സങ്കടം കുറേ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണീനെ മറ്റേ വാക്വം വെച്ചിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ തല ഇങ്ങനെ നീണ്ടിട്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ വേദനയാണോ എന്നറിയില്ല, രാത്രി ഫുള്ള് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അത് ഇത്രയും ചെറിയൊരാൾ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആളിനെ കംഫർട്ട് ആക്കണം എന്നോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള നമുക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്നോട് പറയും, നീ അവനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ആട്ടി നിൻ്റെ മേത്തൊക്കെ ഒന്ന് വെച്ചിതാക്കുക, അമ്മേൻ്റെ ചൂടല്ലേ വേണ്ടേ എന്ന് പറയും. പക്ഷേ ഞാൻ എടുത്ത് ഇതാക്കിയാലും കരച്ചിൽ നിർത്തില്ല. പക്ഷെ എനിക്ക് എങ്ങനെ അവൻ്റെ കരച്ചിൽ മാറ്റണം എന്ന് എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പാല് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്കൊരു പൊടി തരാം, അത് ഇങ്ങനെ കുടിക്കണം എന്ന് പറഞ്ഞു. ബ്രസ്റ്റ് കല്ലപ്പ് വന്നു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പിന്നെ അങ്ങനെ പണിയും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഓക്കെ തുടങ്ങി. പിന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിന് ഉണ്ണീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു അളവിൽ മഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് NICUവിൽ കിടത്തണമെന്ന് പറഞ്ഞു. NICUവിൽ കിടത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കിളിയൊക്കെ പോയത്. കാരണം അപ്പോഴാണ് ഞാൻ ശരിക്കും ഞാനൊരു
നമുക്ക് ആ അമ്മ അയ്യോ നമ്മുടെ ആള് നമ്മുടെ അടുത്തുനിന്ന് പോണു എന്നുള്ളൊരു ഫീലില്ലേ, അതെനിക്ക് അപ്പോഴാണ് തോന്നിയത്. അങ്ങനെ ഉണ്ണീനെ NICUയിൽ ഒരു ദിവസമാണെന്ന് പറഞ്ഞത്, ഒരു ദിവസം കിടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി അങ്ങടായിരുന്നു. അപ്പോൾ ഇവനെ ഫീഡ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി അവിടെ കൊടുത്തിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് തീരെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ സ്മെല്ലായാലും അവൻ്റെ ഓണിയില്ല, കരച്ചിലില്ല. അവൻ്റെ ഓളില്ല, കരച്ചിലില്ല. അപ്പം നമുക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ ഇരുന്ന് കരച്ചിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തിനാ കരയണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് പോയി എൻ്റെ നമുക്ക് സങ്കടം ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരാള്, അതും ഒരു കുഞ്ചീവൻ, അതിനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ വെറുതെ അവനെങ്ങനെ മണത്തോണ്ടിരിക്കും. അപ്പം അവൻ്റെ ആ മണം എനിക്ക് അടുത്ത് കിട്ടണില്ല. എനിക്ക് എന്തൊക്കെയോ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. അയ്യോ എൻ്റെ കുഞ്ഞ് അവിടെ എന്താ ചെയ്യുക, അങ്ങനെ കരയോ എന്ന് മാത്രമായിരുന്നു. അങ്ങനെ അവർ 2 മണിക്കൂർ കൂടുമ്പോൾ വിളിക്കും, പോയി എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേനും ഉണ്ണീൻ്റെ അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തന്നെയാണ് പോയി അവനെ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചൊക്കെ കൊണ്ടുവന്നതും. പിന്നെ ഉണ്ണിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് ജനിക്കുന്ന സമയത്ത് തൈറോയിഡിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി പാല് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇത്തിരി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടറും പറഞ്ഞു അത് നോർമലായിരിക്കും, പ്രസവിച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റ് എന്തായാലും കുറയൂലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീടെത്തി 3 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്ക് വെയിറ്റ് കുറവായ കാരണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ആള് പാല് കുടിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലോണം പാല് കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പതുക്കെ നിപ്പിൾ ഷീൽഡ് മാറ്റി പാല് കൊടുത്ത് നോക്കണം, എപ്പോഴും ഇതന്നെ വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ നിപ്പിളിനായാലും അവന് കുടിക്കാനായാലും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും പിന്നെ അങ്ങനെ വിട്ടു. അവന് വയറ് നിറയണുണ്ടോയെന്ന് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡെലിവറിയൊക്കെ സുഖസുന്ദരമായി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തി ഞാൻ. ഇനി ആഫ്റ്റർ ഡെലിവറിയുടെ വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെലിവറി വരെ ഉണ്ടായിരുന്ന ഞാനേ അല്ല ഇപ്പോഴത്തെ ഞാൻ. കുറേ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സിറ്റുവേഷൻ അനുഭവിച്ച അവർക്ക് മനസ്സിലാവും. കാരണം ഉറക്കമുണ്ടാവില്ല, ഉണ്ണിയുടെ ഏത് നേരം കരച്ചിൽ. എനിക്കൊരു ടൈമിലൊക്കെ സൂസൈഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പരാതി മാത്രമേ ഉള്ളൂ. എനിക്ക് പരാതി. പക്ഷേ ആ ഒരു മനുഷ്യൻ കേട്ട് നിൽക്കണ കാരണം നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്താ പറയുക, നമുക്കത് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും ഉണ്ടാവും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ലൈഫിൽ നടക്കാത്ത ആരും ഉണ്ടാവില്ല. ചിലവർക്കൊക്കെ ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഉണ്ണിക്കിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. എനിക്കിപ്പോഴും ഉണ്ട് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് കരയുക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികപരമായിട്ട് നമ്മൾ കുറേ അധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു 4 ചുവര്, നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ണിയും മാത്രം. എപ്പോഴും ഇവൻ്റെ കാര്യം തന്നെ, ഡെയിലി നമ്മൾ ഈ കാര്യം തന്നെ ചെയ്ത് നമുക്ക് നമ്മുടെ മൈൻഡ് എന്താ പറയുക, അയ്യോ ഞാൻ എന്തിനാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ, ഞാൻ ആർക്ക് വേണ്ടി ഇരിക്കണേ, എനിക്ക് വേണ്ടിയാണോ ഇരിക്കണേ എന്നൊക്കെ തോന്നും. പക്ഷേ കാരണം ഉണ്ണീൻ്റെ കൂടെ കളിച്ചും അവൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് അവൻ്റെ പിന്നാലെയൊക്കെ നടക്കുമ്പോൾ കുറേയൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ച് ഒരു ജീവൻ നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ ആ കുട്ടീനെ നോക്കണം, ആ കുട്ടീനെ വളർത്തണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ലോണം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട്, എൻ്റെ ചേട്ടനായിട്ട് ഞാൻ എപ്പോഴും തല്ലുകൂട്ടാണ്. ഞങ്ങൾ തമ്മിലല്ല, ഞാൻ അങ്ങടായിട്ട് എനിക്കൊരു ടൈമൊക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവമേ
ഈ ചേട്ടനൊക്കെ എങ്ങനെ എന്നെ സഹിക്കണേ, പാവം, ഞാൻ എന്തോരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്തോരം ഞാൻ ചീത്ത എപ്പോഴും തല്ലുകൂടും. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, പരാതികൾ മാത്രം നോക്കിക്കൂടെ, അങ്ങനെ ഇങ്ങനെ എന്തോരം ചെയ്തു തന്നാലും നമുക്കതിനൊന്നൊരു എന്താ പറയുക, നമുക്കതിനൊരു സംതൃപ്തി തോന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡെലിവറിക്ക് ശേഷമുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. കാരണം ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. കുറേ അധികം മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഈ വീഡിയോ നമുക്കവിടെ നിർത്താം, കാരണം കുറേ ആയി എന്ന് തോന്നുന്നു എനിക്ക്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.